ലൈലത്തുൽ ഖദർ കിട്ടുകയാണെങ്കിൽ 84 കൊല്ലം നമ്മുടെ ആയുസ്സിലേക്ക് നമുക്ക് കിട്ടുന്നതിന് തുല്യമല്ലേ? 84 കൊല്ലം. ഖൈറും മിൻ അൽഫി ഷഹർ. വെറുതെ ഒരു ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞെന്നു വിചാരിക്കുക. ആ മരുന്ന് എത്രയോ ലക്ഷങ്ങൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ മരുന്ന് കുടിച്ചാൽ നമുക്ക് 20 കൊല്ലം ആയുസ് കിട്ടുമെന്ന് പറഞ്ഞാൽ 20 വാങ്ങൂലേ? ഉള്ള കായ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കും. എവിടെയാ കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യും. ഉള്ള മുതൽ വിറ്റാലും കുഴപ്പമില്ല, പീഡികത്തിനെ പോയി കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, 20 കൊല്ലം ആയുസ് കിട്ടുമല്ലോ എന്ന്. അല്ലാഹു തആല ഓരോ കൊല്ലവും തരുന്നത് 84 കൊല്ലമാണ്. 1000 മാസം ഓരോ റമദാനിലുമുണ്ട് ലൈലത്തുൽ ഖദർ. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ നമുക്കത് എടുക്കണ്ടേ? ഖുലു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അറിയണേ, ഇന്നലി റബ്ബിക്കും ഫീ അയ്യാമി ദഹ്രിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ. അറിയണേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ കാറ്റ്, അല്ലാഹുവിന്റെ കരുണയുടെ മന്ദമാരുതൻ അടിച്ചു വീശുന്നുണ്ട്. ഫതഅറദൂ ലഹാ, നിങ്ങൾ അതിലേക്ക് നിന്നു കൊടുക്കണമേ. ലൈലത്തുൽ ഖദർ, വിശുദ്ധമായ ബദരീങ്ങളുടെ ദിവസം കഴിഞ്ഞു. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കൊടുങ്കാറ്റുകളാണ് അടിച്ചു വീശാൻ പോകുന്നത്. ആ കാറ്റ് ദേഹത്ത് തട്ടിയാൽ ലാ യഷ്ഖാ ബഅദഹാ അബദാ. ആ കാറ്റ് തട്ടുന്നവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിനരാത്രങ്ങളെ പോലെയല്ല. ഇനി വരാനിരിക്കുന്നത് കണിശമായും ഗൗരവത്തോടുകൂടെ കാണേണ്ട ദിനരാത്രങ്ങളാണ്. റമദാനിന്റെ തുടക്കത്തിലുണ്ടായ ആവേശത്തിന്റെ 10 മടങ്ങ് ഉത്സാഹം കാണിക്കേണ്ട സമയമാണ് റമദാനിന്റെ അവസാനത്തെ 10 അല്ലാഹു തആല 84 കൊല്ലത്തെ ആയുസ് നമുക്ക് വിധിക്കുന്ന സമയമാണത്. 1000 മാസങ്ങൾ എന്ന് പറയുന്നത് 84 വർഷമല്ലയോ? ഒരു ലൈലത്തുൽ ഖദർ ഒരു വർഷം കിട്ടിയാൽ 84 ആയുസ് കിട്ടുന്ന പോലെ 10 വർഷത്തെ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ നമുക്ക് 840 കൊല്ലം ആയുസ് വർദ്ധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. 20 കൊല്ലത്തെ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ അത് 1600 ഇങ്ങനെ വർഷങ്ങൾ ഓരോന്നോരോന്ന് കൂടുന്തോറും അല്ലാഹു ഈ ഉമ്മത്തിന് ഖൈർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് ശദ്ദ മിഅ്സറഹു വഅയ്ഖള അഹ്ലഹു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖാമ ലൈല, റമദാനിന്റെ അവസാനത്തെ 10 നബി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവിടുത്തെ വീട്ടുകാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കാൻ പറയുകയും ചെയ്യും. വശദ്ദ മിഅ്സറഹു, റമദാനിന്റെ രാത്രി പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുമായി ശയിക്കാൻ അനുവാദം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും വശദ്ദ മിഅ്സറഹു, നബിതങ്ങൾ റമദാനിന്റെ രാവുകളിൽ നബിതങ്ങൾ ഇബാദത്തിനാണ് മാറ്റിവെക്കുന്നത്, ഭാര്യമാരുടെ കൂടെ കിടക്കുകയല്ല ചെയ്യുന്നത്. ശദ്ദ മിഅ്സറഹു വഖാമ വഅയ്ഖള അഹ്ല, നബിതങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവിടുത്തെ ഭാര്യമാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കണേ നിസ്കരിക്കണേ എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്ത് റസൂലുള്ളാഹി തങ്ങൾ ഇഅ്തികാഫിന് അല്ലാഹുവിന്റെ പള്ളിയിലിരുന്ന് അല്ലാഹുവിനോട് റബ്ബേ നീ എനിക്ക് മാപ്പ് തരണമെന്ന് ഒരു തെറ്റുപോലും ചെയ്യാത്ത മഅ്സൂമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാപപങ്കിലരായ നമ്മൾ എത്രത്തോളം അല്ലാഹുവിനോട് ചോദിക്കാൻ കടപ്പെട്ടവരാണ്. അല്ലാഹുവേ നീ നിന്റെ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ, നീ നിന്റെ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയേ മാദാ അഖൂൽ, നബിയേ ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ എന്താണ് നബിയേ പറയേണ്ടത്? ഖൂലി, പറഞ്ഞേക്കണം അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനല്ലയോ, മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ, ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ചോദിച്ചോളൂ ആയിഷ എന്ന് പരിശുദ്ധ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് വേണ്ടി മാപ്പ് ചോദിച്ച ഹബീബാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം ഞാൻ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പോ, നബി തങ്ങളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം കണ്ടപ്പോ ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ലീ ഇലൈക ഹാജ, നബിയേ എനിക്കൊരാഗ്രഹമുണ്ട് നബിയെ അങ്ങയോട് പറയാൻ. ഭർത്താവിന്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോഴല്ലേ ഭാര്യ
ഭാര്യയ്ക്ക് സവിശേഷമായ കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യം വരൂ. എനിക്കൊരാഗ്രഹമുണ്ട് നബിയെ, സലീനിയ ആയിഷ, ആയിഷ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബാ നബിയോട് ചോദിച്ചുവല്ലോ, നബിയെ ഞാൻ പറയുന്ന ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു നൽകുമോ? ചോദിച്ചോളൂ ബീവി, അങ്ങ് ചോദിച്ചോളൂ, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്താണാവോ ബീവി ചോദിക്കാൻ പോകുന്നത്? റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 18 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ സുമുഖിയായ ചെറുപ്പക്കാരിയായ ഹബീബായ നബി തങ്ങളുടെ ഭാര്യയാണ്, ചെറുപ്പക്കാരിയായ ഹബീബിന്റെ സൗജത്താണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. എന്താണാവോ ബീവിക്ക് ചോദിക്കാനുള്ളത്? ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലീ, യാ റസൂലല്ലാഹ്, ഈ ആയിഷക്ക് പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ചോദിക്കണേ നബിയേ. ബീവിക്ക് ചോദിക്കാനുണ്ടായ ചോദ്യം അതാണ്, ഇസ്തഗ്ഫിർ ലീ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണേ, ആയിഷക്ക് പുറത്തു തരാൻ അങ്ങ് ചോദിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, പടച്ചവനെ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, അവരോട് കരുണ ചെയ്യണേ എന്ന് നബി തങ്ങൾ കൈയുയർത്തി ദുആ ഇറക്കുകയും ചെയ്തു. കാരണം സന്തോഷമുള്ളൊരു നേരമായിരുന്നു അത്. ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീവി ചോദിച്ചത് ഐഹികമായ ഒരു കാര്യവുമല്ല, പരലോകത്തേക്കുള്ള വിഷയം. നബി തങ്ങൾ ദുആ ചെയ്തു ബീവിക്ക് വേണ്ടി. ബീവി റളിയല്ലാഹു അൻഹ ഫസ്സുറത് ബിദാലിക ആയിഷ, ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ ബീവി എന്തേ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ ബീവി? വമാലിയ ലാ ഉസർ, നബിയേ ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കാതിരിക്കണം? വഖദ് ഇസ്തഗ്ഫറ ലി റസൂലുള്ളാഹ്, റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചല്ലോ, ഇനി എന്തിന് ഞാൻ വിഷമിക്കാതിരിക്കണം? എന്തിന് ഞാൻ സന്തോഷിക്കാണ്ടിരിക്കണം? എനിക്ക് സന്തോഷിച്ചൂടെ? അങ്ങല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അങ്ങ് ദുആ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ദുആ ചെയ്തപ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നിയല്ലേ? വമാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅദ്ഉ ലി ഉമ്മതി ബിൽ മഗ്ഫിറ, എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ഇറക്കാത്ത രാത്രികളില്ല ബീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആയിഷ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിലെ സന്തോഷമല്ലേ? എന്റെ ഉമ്മത്തികൾക്ക് മുഴുവനും സന്തോഷിക്കാം. ഞാൻ അവർക്ക് വേണ്ടി ദുആ ഇറക്കാത്ത, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് ചോദിക്കാത്ത ഒരു രാത്രിയും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ആയിഷ. എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളായി ഹബീബായ നബി തങ്ങളോട് സിർബിനാ അലാ ബറകത്തില്ല, നബിയേ അങ്ങ് എങ്ങോട്ട് ഞങ്ങളെ തെളിച്ചാലും ഞങ്ങൾ അങ്ങോട്ടുണ്ട് നബിയേ, അങ്ങ് എങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ടുണ്ട് നബിയേ, അങ്ങേക്ക് എന്തിഷ്ടമാണോ അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് വേണ്ടതെടുത്തോളൂ നബിയേ, അങ്ങ് എടുക്കാത്തതിനേക്കാളും ഇഷ്ടം അങ്ങ് എടുത്തതാണ്. ബറകുൽ ഗമാദിലേക്ക് കൊണ്ടുപോയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാം നബിയേ. സിർ ഇലാ ബറകത്തില്ല, സിർ അലാ ബറകത്തില്ല, ഹബീബേ ഞങ്ങളെ അങ്ങ് കൈപിടിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിന്റെ ഈമാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിന്റെ ഒരു അംശമെങ്കിലും നൽകണേ തമ്പുരാനെ. ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ റബ്ബേ. ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളാക്കണേ റബ്ബേ. അവിടുന്ന് സ്വഹാബിമാർ ഈ ദീനിന് വേണ്ടി ചെയ്ത ബദറിലും മുഹദിലും ഖന്ദഖിലും ഹുനൈനിലും ആ ചെയ്ത ത്യാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല അല്ലാഹുവേ. അവരോടൊക്കെയുള്ള ഹുബ്ബിന്റെ പേരിൽ, ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, നിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടും സ്വഹാബിമാരോടുമുള്ള സ്നേഹത്തിന്റെ പേരിൽ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക്, ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ റഹ്മാനേ. ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇദ്നാ മിനന്നാർ.
اللهم أعذنا من النار اللهم أعذنا من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين പടച്ചവനെ അല്ലാഹുവേ ഈ അൻസാറുൽ മുസ്ലിമീൻ സംഘത്തെ നീ സഹായിക്കണേ റബ്ബേ ഇവിടുത്തെ ബദരിയ ജുമാ മസ്ജിദിന്റെ സംഘാടകരെ ഇതിന്റെ ഗുണകാംക്ഷികളെ ഈ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തവര് ഇതിനു വേണ്ടി സ്ഥലം കൊടുത്തവര് ഇതിനു വേണ്ടി ഖബർസ്ഥാന് കൊടുത്തവര് അല്ലാഹുവേ അല്ലാഹുവേ ഇതിന്റെ ഖാദിമീങ്ങൾ ഇവിടെ വന്ന് നിസ്കരിച്ചു പോയവർ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ രാവുകൾ 21, 23, 25, 27, 29 ഇതൊക്കെ അള്ളാഹുവിന്റെ ഖദാ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ലൈലത്തുൽ ഖദറാണ്. അങ്ങനെയാണ്. അപ്പൊ 30ാമത്തെ രാവോടുകൂടെയാണ് ശമ്പളം കൊടുക്കുക അള്ളാഹു. എങ്ങനെ? ഒരു മനുഷ്യൻ അമൽ ചെയ്താൽ ആ അമൽ അവസാനിക്കുമ്പോഴാണ് ഇന്നമാ യുവഫാ അജ്റഹു ഇദാ ഖളാ അമല. അമൽ മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് പിടിച്ച ശമ്പളം എന്ന് പറയും. അതുപോലെ റമളാനിന്റെ അവസാനത്തെ രാവിൽ എന്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. പിശാചുക്കളിൽ വമ്പന്മാരെ മുഴുവനും അള്ളാഹു ചങ്ങലകളിലാക്കും. സ്വർഗത്തെ അള്ളാഹു അലങ്കരിച്ചുകൊണ്ടിരിക്കും. മലക്കുകൾ നോമ്പ് തുറക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വായയുടെ ദുർഗന്ധത്തിന് പോലും കസ്തൂരിയെക്കാളും സുഗന്ധം അല്ലാഹു നൽകും. ഇത് മുൻകാലത്ത് ഒരു ഉമ്മത്തികൾക്കും അല്ലാഹു നൽകാത്ത ഉമ്മത്തി ഖംസ ഖിസാലിൻ ഫീ റമളാൻ ലം തുഅതഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമമി ഖബ്ലഹാ. ഇതിന്റെ മുമ്പുള്ള ഒരു സമുദായത്തിനും അല്ലാഹു നൽകാത്ത ഈ ഉമ്മത്തിന് മാത്രം നൽകിയ പ്രത്യേകതയാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഅജിസു അനിദ് ദുആ ഫഇന്നഹു ലാ യഹ്ലികു مع الله أحد لا تعجزوا عن الدعاء. ദുആ ചെയ്യാതെ നിങ്ങൾ അശ്രദ്ധരായോ അശക്തരായോ ഇരുന്നു പോവരുത്. ദുആ ചെയ്യാതിരിക്കരുത്. ഒറ്റക്കും കൂട്ടമായിട്ടും രണ്ടാളായും കുടുംബം ഒന്നിച്ചിരുന്നിട്ടും ഭാര്യയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഉമ്മ മക്കള് ഒരുമിച്ചിരുന്ന് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ ലാ തഅജിസു അനിദ് ദുആ. ദുആ ചെയ്യാതെ നിങ്ങൾ നിൽക്കരുത്. ഫഇന്നഹു ലാ യഹ്ലികു മഅല്ലാഹി അഹദുൻ. അല്ലാഹുവിന്റെ കൂടെ കൂടിയാൽ ഒരാളും നശിക്കുകയില്ലെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ലാ യഹ്ലികു മഅല്ലാഹി അഹദ്. അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നാശം ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവിനോട് ചോദിക്കാം. റമളാനിൽ പകൽ നോമ്പ് കഴിഞ്ഞാൽ അല്ലാഹുവിനോട് എന്ത് ചെയ്യുക? പടച്ചവനെ നോമ്പ് സ്വീകരിക്കണമേ റബ്ബിനോട് ചോദിക്കാം. ഒരുപാട് റമളാനുകൾ നമുക്ക് കിട്ടണം. ഇപ്പൊ അടുത്തൊക്കെ മരിച്ചുപോയി ഒരുപാട് ആളുകൾ, വളരെ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ ഈ റമളാൻ ഇതാ ഒരാഴ്ചയിൽ താഴെ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും വേർപിരിഞ്ഞു പോയി. റമളാൻ കിട്ടാതെ അവർ മരിച്ചു പോകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ? അള്ളാഹുയുടെ ഖബറൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു റമളാൻ കിട്ടിയാൽ അതിന് മഹത്വം വേറെയാണ്. ഒരു വർഷത്തെ റമളാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷത്തെ റമളാൻ കിട്ടാത്തവനെ പോലെയല്ല ഈ കിട്ടിയ ആൾ. വ്യത്യാസമുണ്ടെന്നാണ്. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ 10 സുഹാബിമാരിൽപ്പെട്ട ഒരു സുഹാബിയാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ. സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഔഫിൻ ആശിരിൽ കറമി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, രണ്ടുപേർ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും മുസ്ലിമായത് ഒരുമിച്ച് രണ്ടുപേരും മുസ്ലിമായി കലിമ ചൊല്ലി മുസ്ലിമീങ്ങളായി. അങ്ങനെ അവര് വഹസുന ഇസ്ലാമുഹുമ, രണ്ടുപേരുടെയും ഇസ്ലാം വളരെ നല്ല മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ഒരാൾ നല്ല ധീരനാണ്, നന്നായി അധ്വാനിക്കുന്ന ആളാണ് ഇവരിൽ ഒരാൾ. അദ്ദേഹം ഒരു യുദ്ധത്തിന് പോയി, ആ യുദ്ധത്തിൽ ഷഹീദായി. വേറെ ഒരാൾ തന്റെ കൂട്ടുകാരൻ ഷഹീദായി മരിച്ചുപോയി, ഷഹീദായി. മറ്റേ കൂട്ടുകാരൻ 1 വർഷം കഴിഞ്ഞതിന്റെ ശേഷം മരിച്ചു. 1 വർഷത്തിന്റെ ശേഷം മരിച്ചു. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് അല്ലാഹു സ്വപ്ന ദർശനം തന്നു. ഞാൻ സ്വപ്നം കാണുന്നു, സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ എത്തിയിരിക്കാൻ. ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ഒരാൾ കടന്നു വന്നു, അല്ലാഹുവിന്റെ മലക്കോ മറ്റോ. എന്നിട്ട് പറഞ്ഞു,
ആ രണ്ടാമത് മരിച്ച ആൾ എവിടെയെന്ന് ചോദിച്ചു. അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം വിളിച്ചു, ആ ഷഹീദായ ആളെവിടെ? നിങ്ങൾ പോരൂ എന്ന് പറഞ്ഞു. അയാളെ കൊണ്ടുപോയി. പിന്നെ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമയം ലം യഹിൽ ലക ബഅദ്, നിങ്ങൾക്ക് വരാൻ സമയമായിട്ടില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഉണർന്നു മഹാനായ തുൽഹത്ത് റളിയല്ലാഹു തആല. നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ, ആയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഒരുപാട് ആളുകളോട് പറഞ്ഞു. ആൾക്കാർ കേൾക്കുന്നു, പടച്ചവനെ അങ്ങനെ ഉണ്ടായോ? ഷഹീദായി പോയ ആളെ രണ്ടാമതും ഷഹീദിന്റെ ശേഷം മരിച്ച ആൾ ആദ്യവും സ്വർഗത്തിലേക്ക് വിളിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ആളുകൾക്ക് ഈ സംഭവം തഅജ്ജബൻ നാസ്, ജനങ്ങൾക്ക് മുഴുവനും ഭയങ്കര അത്ഭുതമായി കഥ കേട്ടിട്ട് തുൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോ അപ്പോ ഇത് നബിയുടെ ചെവിയിലും എത്തി. നബി തങ്ങൾ ചോദിച്ചു, മിമ്മ തഅജബൂൻ, എന്താ നിങ്ങൾക്ക് ഈ സംഭവത്തിൽ എന്താണ് അത്ഭുതം തോന്നാൻ കാരണം? അതിൽ വല്ല അത്ഭുതം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, ഇയാളെക്കാളും എത്രയോ ധീരനായി യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യൻ ആ ഷഹീദിനെ രണ്ടാമത് വിളിക്കുകയും അയാൾക്ക് ശേഷം സാധാരണ മരണം മരിച്ച ഈ തന്റെ കൂട്ടുകാരൻ ആദ്യം വിളിക്കുകയും ചെയ്തല്ലോ. സ്വാഭാവികമായും ഷഹീദിനല്ലേ ആദ്യം വിളിക്കേണ്ടത്? ഷഹാദത്ത് വരിച്ച ആളല്ലേ ഏറ്റവും സ്ഥാനമുള്ള ആള്. അയാളെ വിളിക്കാതെ ഇയാളെയാണല്ലോ വിളിച്ചത് നബിയെ, അതിൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അലൈസ ഖദ മഖത ഹാദാ ബഅദഹു സന, ആ ഷഹീദ് മരിച്ചതിന്റെ ശേഷം ഒരു വർഷം തന്റെ കൂട്ടുകാരൻ ഇവിടെ ബാക്കിയുണ്ടായില്ലേ ഭൂമിയിൽ? ഖാലു ബല, ആ നബിയെ ശരിയാണ്, അയാൾ ബാക്കിയുണ്ടായിട്ടുണ്ട്. വഅദറക റമളാൻ, അയാൾക്ക് റമളാൻ കിട്ടിയല്ലോ, അയാൾക്ക് ആ വർഷത്തെ റമളാൻ കിട്ടിയില്ലേ? ഫസാമ വസല്ല കദാ വകദാ മിൻ സജദത്തിൻ ഫിസ്സന, ആ ഒരു റമളാനിലെ നോമ്പ്, റമളാൻ കഴിഞ്ഞുള്ള നോമ്പ്, റമളാനിലെ നിസ്കാരം, റമളാൻ കഴിഞ്ഞിട്ടുള്ള നിസ്കാരം, ഇങ്ങനെ ഒരു വർഷത്തെ ഇബാദത്ത് തന്റെ കൂട്ടുകാരനെക്കാൾക്കും ഇയാൾക്ക് ഏറെ കിട്ടിയോ ഇല്ലയോ? കിട്ടി നബിയെ. അത് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്, ഈ രണ്ടാളുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒരു വർഷത്തെ റമളാൻ ഏറെ കിട്ടുമ്പോഴേക്കും ഗ്യാപ്പ് വർദ്ധിക്കുമെന്നാണ് റമളാൻ മുതലെടുക്കുന്നവർക്ക്. റമളാൻ കഴിഞ്ഞു പോയി, കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ട് റമളാൻ, ഒരുങ്ങാനൊക്കെ വിചാരിക്കുന്നു, അപ്പോഴേക്കും റമളാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല, റമളാൻ മുതലെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റമളാൻ നമുക്ക് മാറ്റം ഉണ്ടാക്കണേ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത് മുഅ്മിനീങ്ങളായ ആളുകളുടെ സുഹബത്തിലേക്ക് ചേരാൻ പരിശ്രമിക്കാം. ഈ റമളാനോടുകൂടെ കുറെ നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടണം. പ്രത്യേകിച്ച് പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിസ്കാരം ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർ കാണും, നോമ്പ് ഇതുവരെ നോമ്പ് നിൽക്കാത്തവർ കാണും. അതില് എല്ലാ മോശപ്പെട്ട പ്രവൃത്തികളും ചെയ്ത് അതൊക്കെ നിർത്തി ഇനി അള്ളാഹുവിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് എന്ന് ചിന്തിച്ച് മടങ്ങി വരുന്ന ആളുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ ആർക്കൊക്കെ പുതിയ പുതിയ ആളുകളെ പള്ളിയിലോ പരിസരത്തോ കാണാൻ കഴിയുന്നുണ്ടോ അവരെ പ്രോത്സാഹനം ചെയ്യാം. ആരും നിരുത്സാഹപ്പെടുത്തരുത്, ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. ഇത് തുടങ്ങിയല്ലേ റമളാൻ വന്ന അങ്ങനെയൊന്നും പറയണ്ട, നമ്മളെക്കാണോ ഹൈറായിരിക്കും ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു തൗബ കൊണ്ട് അള്ളാഹു എല്ലാം പുറത്തുകൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കുക. പള്ളിയിലേക്ക് വന്നു, നിങ്ങൾക്കറിയാമോ കള്ളുടിക്കാൻ പോയിരുന്ന ആളാണ്, നിങ്ങൾക്കറിയാമോ അരിയിൽ കറങ്ങി നടന്നിരുന്ന ആളാണ്, പള്ളിയിലേക്ക് വന്നു, തൊപ്പിക്കെട്ടിട്ടുണ്ട്, നല്ല ഉഷാറുണ്ട്, നല്ല കുട്ടിയെ ഉഷാറായിട്ട് വരികയാണ്, വലിയ തൊഴിൽക്കുക. പിന്നെ നിസ്കാരമൊക്കെ അറിയല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ പഠിപ്പിച്ചു തരാം. ഖുർആൻ ഓതണോ? എനിക്കറിയാം, നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ ഒരു 10 മിനിറ്റ് ഞാൻ പഠിപ്പിച്ചു തരാം. എന്ത് സംശയം എന്നെ വിളിക്കേണ്ടതാണ് എന്റെ നമ്പർ. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. ഈ വർഷം ഒരാൾക്ക് എന്തെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഈ സദസ്സിലുള്ള ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളെ നിങ്ങളൊക്കെ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബംഗ്ലാദേശിക്കോ, ഒരു നമ്മളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കോ, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിക്കോ, ഒരു അഫ്ഗാനിക്കോ, ഏതെങ്കിലും ഒരു നാട്ടുകാരന് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് ഒരൽപ്പം ഖുർആൻ ഓതാൻ ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്കറിയുന്നതല്ലേ. ഒരാൾക്ക് ഓതാൻ പഠിപ്പിച്ചു, തഫ്സീർ എന്ന് പറഞ്ഞു കൊടുക്കണ്ട, അത് പഠിച്ചവർ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാം? ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക, ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുക, നിസ്കാരത്തിൽ ചൊല്ലേണ്ട അദ്കാറുകൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല ആളുകളുടെ കൂടെ അൽ-ഇൻദിമാമു ഇലാ ഖാഫിലത്തി സ്വാലിഹീൻ, ഈ റമദാനിന്റെ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ, സ്വാലിഹീങ്ങളായ ആളുകളിലേക്ക് നമ്മൾ കൂടുക. സഹോദരിമാരായ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റിട്ടില്ലാത്ത പെണ്ണുങ്ങളുണ്ടാവും, അവർക്ക് നോമ്പിന്റെ മസലകൾ പറഞ്ഞു കൊടുക്കുക. നിസ്കരിച്ചിട്ടില്ലാത്തവരുണ്ടാവും, അവർക്ക് നിസ്കാരം പറഞ്ഞു കൊടുക്കുക. നല്ല ഒരു കൂട്ടുകെട്ടിന്റെ നല്ല ഒരു സംഘം നിങ്ങളുടെ ഈ വലയത്തിലേക്ക് റമദാൻ കഴിയുമ്പോഴേക്കും വരണം. അള്ളാഹു അമ്പിയാക്കന്മാർ ചോദിച്ചത് അതാണ്, അള്ളാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കി തരയണമേ. അമ്പിയാക്കന്മാർ ചെയ്ത ദുആ നോക്കണം.
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഈജിപ്തിന്റെ അധികാരം കൊടുത്തു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. മഹാനായ ഒരു പ്രവാചകന്റെ പുത്രനാണ്, ബാപ്പ നബിയാണ്, വല്യാപ്പ നബിയാണ്, വല്യാപ്പയുടെ ഉപ്പ നബിയാണ്. യൂസുഫ് നബിയുടെ ബാപ്പ യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ മഹാനായ ശൈഖുൽ അംബിയാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനത്തെ നബിയാണ്. എന്താ യൂസുഫ് നബി പറയുന്നത്? അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, ദുആ എന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. അല്ലാഹുവേ, എനിക്ക് അധികാരം നൽകിയവൻ നീയാണ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നതും നീയാണ്. ഫാത്തിറ സമാവാതി വൽ അർദ്, ഈ ഭൂമിയും ആകാശലോകങ്ങളും ഇവിടുത്തെ ഗോളങ്ങളുമെല്ലാം എല്ലാം ഒറ്റക്ക് ഇല്ലായ്മയിൽ നിന്ന് പടച്ചവൻ നീയാണ്. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും എന്റെ രക്ഷിതാവും ഉടമസ്ഥനും നീയാണ് പടച്ചവനെ. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ, ഒരു മുസ്ലിമായിട്ട് എന്നെ മരിപ്പിച്ചു തരണമേ. ഒരു നബിയായി ദുആ ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം. തവഫനി മുസ്ലിമൻ, ഞാൻ മരിക്കുന്ന നേരത്ത് മുസ്ലിമാവണം അല്ലാഹുവേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെയും ചേർത്തി തരണമേ. സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങനെയൊക്കെ ആവാൻ പറ്റും. ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ചിട്ട് അവസാനം വെച്ച് നന്നാവുന്നവരുണ്ട്. ആ നന്നായതിൽ പിന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായി മാറി ഇവർ വരേണ്ടതാണ്. ഇങ്ങനെ കുറെ കാലം വഴിതെറ്റി ജീവിച്ച് പിന്നങ്ങ് നന്നായി, എന്നാൽ ജീവിതകാലം തുടക്കം മുതലേ നന്നായി ജീവിച്ച് അങ്ങനെ മരിച്ചുപോയി, അങ്ങനെ പോകുന്നവരുണ്ട്. വളരെ ഒരു സിമ്പിളായിട്ട്, എന്നാൽ അല്ലാഹു വളരെയധികം ഉയർത്തിക്കൊടുക്കുന്ന ആളുകളുണ്ടെന്നാണ്. അമ്പിയാക്കന്മാർ പോലും ചോദിക്കുന്നത് വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ആക്കി തരണമേ. ഒരാൾ ചോദിച്ചാൽ ഇവൻ മോശപ്പെട്ടവനോ അല്ലാത്തവനോ, ഒരാളങ്ങ് നിർത്തിയാൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, സജ്ജനങ്ങളും ദുർജനങ്ങളും. ഇവനെ ഏത് വിഭാഗത്തിലേക്കാണ് ആളുകൾ കണക്കാക്കുന്നത്? സജ്ജനങ്ങളിലേക്കാണോ ദുർജനങ്ങളിലേക്കാണോ? അതാണ് വിഷയം. ആ ആള് സജ്ജനങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ആളുകൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നാളെ സ്വർഗത്തിൽ പോവാൻ കാരണമാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജനങ്ങൾ അൻതും ശുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, നിങ്ങൾ ഒരു സാക്ഷി പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അരികത്ത് കാര്യം അങ്ങനെ തന്നെ എന്നതിന്റെ അടയാളമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഹദീസ്, ഒരു മയ്യത്ത് പോയപ്പോ സ്വഹാബത്ത് നല്ലത് പറഞ്ഞു, വജബത്ത്, അയാൾക്ക് സ്വർഗം കിട്ടി. ഒരു മയ്യത്ത് പോയപ്പോ അവരൊക്കെ പറഞ്ഞു നബി വളരെ മോശക്കാരനായിരുന്നു, വജബത്ത്, അയാൾക്ക് നരകം കിട്ടി. അൻതും ശുഹദാഉല്ലാഹി അലാ ഖൽഖിഹി സുഹദാഉല്ലാഹി ഫീ അർളി, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ സൃഷ്ടികൾക്ക് സാക്ഷി പറയുന്നവർ നിങ്ങളാണ്. നിങ്ങൾ പറയുന്ന അഭിപ്രായം തെറ്റില്ല എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. ഖലീലുർ റഹ്മാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റബ്ബി ഹബ്ബി ലീ ഹുക്മാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇബ്രാഹിം നബിയുടെ ദുആ ദാ, റബ്ബി ഹബ്ബി ലീ ഹുക്മൻ, അല്ലാഹുവേ എനിക്ക് നീ അധികാരം നൽകണം, ഇൽമ നൽകണം, നിന്റെ ദീനിന്റെ ശരീഅത്തുകൾ നൽകണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സജ്ജനങ്ങളിലേക്ക് ചേർത്തി തരണമേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട് സൂറത്തുൽ ഖലം. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർത്തി തരണമേ, നിനക്ക് ഇഷ്ടപ്പെട്ടവരുടെ വിഭാഗത്തിൽ നീ എന്നെ ചേർത്തേണമേ എന്ന് അധികാരവും പരമാധികാരവും അല്ലാഹു നൽകിയ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ അദൃശ്യ ലോകങ്ങളെ അല്ലാഹു കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തരണമേ. ഈജിപ്തിന്റെ ഖജനാവിന്റെ അധികാരം മാത്രമല്ല, ഈജിപ്തിന്റെ ഭരണം പോലും കൈവന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവേ എന്നെ സജ്ജനങ്ങളോട് കൂടെയാക്കി തരണമേ. നമ്മുടെ ലക്ഷ്യം ഇതാണ്. അല്ലാഹു അങ്ങനെ നല്ലവരുടെ കൂട്ടത്തിലാക്കി തരട്ടെ. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, ഖലാഅ എന്ന ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അറഅയ്ത, അങ്ങൊരു അഭിപ്രായം പറഞ്ഞു തരൂ നബിയെ. ഇൻ ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും അല്ലാഹു ഏകനാണ്, അവനാണ് ആരാധനക്കർഹനായവനെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു എന്നിരിക്കട്ടെ. വസല്ലൈതു സ്വലവാത്തിൽ ഖംസ്,
5 നേരത്തെ നിസ്കാരം ഞാൻ നിർവഹിച്ചു എന്നിരിക്കട്ടെ, വസുംതു ശഹറ പരിശുദ്ധ റമളാൻ ഞാൻ നോമ്പ് നോറ്റു എന്നിരിക്കട്ടെ, വഖുംതു റമളാന റമളാനിൽ ഞാൻ നിസ്കാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു, വആതൈതു സകാത്ത സകാത്ത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ നബിയെ മതിയോ? ഞാനതിന് ഏറെ ഒന്നും ചെയ്യില്ല, ഇത്ര ചെയ്താൽ മതിയോ? قال النبي صلى الله عليه وسلم من مات على هذا كان من الصديقين والشهداء. ഇങ്ങനെ ഒരാൾ മരിച്ചുപോയാൽ അവൻ സുദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും പെടുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അത്രേ കഴിയുന്നുള്ളൂ. ഒരു ജോലിയും കച്ചവടവും ഒരു തിരക്കില്ലാത്ത ആളുകൾക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കാരവും ഖുർആനൊക്കെ ജോലി തിരക്കുള്ള ആളുകളായിരിക്കും, അത്ര പറ്റിക്കൊള്ളുന്നില്ല. ചിലര് മിനിമം ചെയ്ത് ജീവിക്കും. 5 നേരത്തെ നിസ്കാരം, എനിക്ക് വേറെ സുന്നത്ത് നിസ്കരിക്കാൻ എനിക്ക് നേരമില്ല, എന്നെ കൊണ്ടാവില്ല, ഞാൻ അത് ചെയ്യുന്നു. ചിലർ അങ്ങനെ ആയിരിക്കും. റമദാൻ ഞാൻ നോമ്പ് വെക്കുന്ന വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അതൊന്നും എന്നെ കൊണ്ടാവില്ല. എല്ലാ മാസത്തെയും 13, 14, 15 അയ്യാമുൽ ബീദ് അതും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ റമദാൻ നോച്ചോളാം. സകാത്തുണ്ടോ ഞാൻ കൊടുക്കാം. എനിക്ക് ഹജ്ജ് ഫർളാണോ ഞാൻ പോയി ഹജ്ജ് ചെയ്യാം. രക്ഷപ്പെടുവോ? നിങ്ങൾ അങ്ങനെ ചെയ്താൽ തന്നെയും സിദ്ദീഖുകളിലും ശുഹദായിലും പെടുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിലാണെന്ന് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലീബ് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു എന്ന സൂറയിലെ 30 വാക്കുകളാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്ത് അൽ ഖദ്ർ. ലൈലത്ത് അൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ഷഹർ തനസ്സലു الملائكة والروح فيها بإذن ربهم من كل أمر. 20 سلام هي حتى مطلع الفجر. 30 വാക്കുകളാണ്. ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ, ആ രാത്രി എന്നത് 27-ാമത്തെ വാക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, റമദാൻ 27-ാം രാവ് 30 ദിവസങ്ങളിലെ 27, 30 വാക്കുകളിലെ 27-ാമത്തെ വാക്കാണ് ഹിയ. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ 27-ാം രാവിനാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയേ മാദാ അഖൂൽ, നബിയേ ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ എന്താണ് നബിയേ പറയേണ്ടത്? ഖൂലി, പറഞ്ഞേക്കണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനല്ലയോ, മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ, ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ചോദിച്ചോളൂ ആയിഷ. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് ആ മാസത്തിലുണ്ട്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ആർക്കെങ്കിലും നഷ്ടമായാൽ ഫഖദ് ഹുരിം, അവന് എല്ലാ നന്മകളും നഷ്ടമായി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. 27-ാം രാവ് കഴിഞ്ഞാൽ 29-ാമത്തെ രാവ് ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള മറ്റൊരു രാത്രിയാണ്. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. 27 രാവ് കഴിഞ്ഞല്ലോ എന്ന് പറയും. 27-ാം രാവിൽ ലൈലത്തുൽ ഖദ്ർ ഉറപ്പാണെന്ന് പറയാൻ കഴിയില്ല. സാധ്യത ഏറെയുള്ള രാത്രിയാണെന്നേ പറയാൻ കഴിയൂ. 29ഉം റമദാനിൽ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽപ്പെട്ടതാണ്. 30-ാമത്തെ രാവിൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് കൂലി തികച്ചും നൽകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് നമുക്ക് നമ്മളോട് ഒരാത്മവിചാരണയുടെ ദിവസമാണ് ഈ രാത്രി. അള്ളാഹുവിന്റെ സക്കീനത്ത് നമുക്ക് ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പരാജിതരാണോ എന്ന പേടിയിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം എന്ന പ്രതീക്ഷയിലും റജാഇന്റെയും ഖൗഫിന്റെയും ഇടയിൽ നമുക്ക് ഈ രാത്രി ചെലവഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഈ പരിശുദ്ധമായ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുന്യയിലെ ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന പള്ളിയിലേക്ക് ശുദ്ധമായ ഖുർആനിനെ മുഴുവനായിട്ട് ഇറക്കിയത്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു മുനജ്ജമൻ അല്പാൽപമായി ഇറക്കിയത്. അതിന്റെ ആരംഭം കുറിച്ചത് റമദാൻ 24-ന്. റമദാനിലെ ഒരു ലൈലത്തുൽ ഖദറിലായിരുന്നു ഖുർആൻ മുഴുവനായും 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് എത്തുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. നബിയേ, ഈ രാവിന്റെ മഹത്വം എത്രയാണെന്ന് അറിഞ്ഞോ? ഇത് 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രിയാണ്. കേവലം 10 മണിക്കൂർ സമയം, 84 കൊല്ലങ്ങളുടെ ഇബാദത്താണ് അല്ലാഹു ഈ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത്. ആയുസ്സിലേക്ക് 84 ആണ്ടുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചുവല്ലോ, നബിയെ, ഏതാണ് ലൈലത്തുൽ ഖദ്ർ എന്നറിയാൻ എനിക്ക് സാധ്യമായാൽ ഞാൻ എന്താണ് നബിയെ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? ഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ, ഖൂലി, ആയിഷ നിങ്ങൾ പറഞ്ഞേക്കണമേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണല്ലോ റബ്ബേ. പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് നിനക്ക് എത്രമേൽ ഇഷ്ടമാണല്ലോ. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ എന്ന് ആയിഷ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുമിച്ച് ഈ ദിക്റൊന്ന് 3 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم إنك عفو تحب العفو فاعف عني. മഹാനായ ഹദീസ് പണ്ഡിതൻ, ആത്മജ്ഞാനങ്ങളുടെ ആഴങ്ങളറിഞ്ഞ മഹാനായ പ്രതിഭയായ പണ്ഡിതൻ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു വറഹിമഹുല്ലാഹു തആല പറയുമായിരുന്നു, റഹിമല്ലാഹു അബ്ദൻ ഖാല ലിനഫ്സിഹി നഫീസ. നമുക്ക് വേണ്ട വിഷമങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തോട് നമ്മളെങ്ങാനും പറയാൻ ഒരു സന്ദർഭം കണ്ടെത്തിയാൽ, അലസ്ത സ്വാഹിബത കദാ, ശരീരമേ നീയല്ലയോ ഇന്നാലിന്ന തെറ്റുകളൊക്കെ ചെയ്തത്. അലസ്തി സ്വാഹിബത കദാ, നീയല്ലയോ ഇന്നാലിന്ന തെറ്റുകളൊക്കെ ചെയ്തത് എന്ന് സ്വന്തം ശരീരത്തോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ആ നഫ്സിനെ, ശരീരത്തെ നമ്മൾ ആക്ഷേപിക്കുകയും ثم ذمها ثم خطمها ثم ألزمها كتاب الله فكان لها قائدا. ഈ രാവ് ഇനിയൊരിക്കൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇനി ഒരിക്കലൂടെ ഒരു റമദാനിലേക്കുള്ള ആയുസ് അല്ലാഹു നമുക്ക് നൽകുമോ? ആർക്കറിയാം. അതുകൊണ്ട് ശരീരമേ, നീ ഇന്നാലിന്ന തെറ്റുകൾ ചെയ്ത ശരീരമല്ലേ. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ അദാബിന് നീ വിധേയമാവേണ്ടതുണ്ട്. അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ ആ ശരീരത്തോട് ചെയ്തു പോയ തെറ്റുകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ആ ശരീരത്തിന് മൂക്കുകയർ കൊടുക്കുകയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഹബീബായ നബി തങ്ങളുടെ ജീവിതചര്യയും ദീനിന്റെ നന്മകളും സ്വന്തം ശരീരത്തിന് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് റഹിമല്ലാഹു അബ്ദ, അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കൊരു ആത്മവിമർശനമാവാം ഈ രാത്രിയിൽ. മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്ന പ്രഗൽഭനായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുമായിരുന്നു, അത്തഖിയ്യു അശദ്ദു മുഹാസബതൻ ലിനഫ്സിഹി മിൻ ശരീകിൻ ശഹീഹിൻ. പിശുക്കനായ ഒരു പാർട്ട്ണറുടെ കൂടെ ഒരു ബിസിനസ് ആരംഭിച്ചാൽ, പിശുക്കനായ ഒരു പാർട്ട്ണർ, പിശുക്കന്മാർ ഓരോ 5 പൈസയുടെയും കണക്ക് ചോദിച്ച് അതിന്റെ ബില്ലെവിടെ, ആകാശ് എവിടെ പോയി, ഇതെവിടെ പോയി എന്ന് സ്വന്തം പാർട്ട്ണറോട് പിശുക്കുന്ന ഒരു പാർട്ട്ണർ ചോദ്യം ചെയ്യുന്ന പോലെ ഭയപ്പെടുന്ന ആളുകൾ സ്വന്തം ശരീരത്തോട് അതിലേറെ ഗൗരവത്തിൽ വിചാരണ ചെയ്യേണ്ടവരാണെന്ന് മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെടുന്ന രാവാണിത്. അല്ലാഹുവിന്റെ മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന്
സഫ് സഫായി ഇറങ്ങി വന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അല്ലാഹുവേ, ഭൂമിയിലെ സത്യവിശ്വാസികൾ ഉറക്കമിളച്ച് അവർക്ക് ക്ഷീണമുണ്ട്, നോമ്പിന്റെ ക്ഷീണമുണ്ട്, പകലന്തിയോളം ജോലി എടുത്തവരാണ്. എന്നാലും നിന്റെ വിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉറക്കമിളച്ച് അവർ ഇബാദത്തിലാണ്, അവർ നന്മ പഠിക്കുകയാണ്. പടച്ച റബ്ബേ, ആ സത്യവിശ്വാസികളുടെ അരികത്തേക്ക് ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ബിഇദ്നി റബ്ബിഹിം, അള്ളാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രാവാണിത്. സമ്മതം അള്ളാഹു കൊടുക്കുകയാണ്. അതിനർത്ഥം മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ്, ഞങ്ങൾ പോകട്ടെയോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോഴേ അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ്, മലക്കുകളെ പൊയ്ക്കോളൂ. അതാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അക്കൂട്ടത്തിലുണ്ട് മാലാഖമാരുടെ നേതാവ് മഹാനായ സയ്യിദുൽ മലായിക ജിബ്രീലു അലൈഹിസ്സലാം. ആ രാത്രി മുഴുവനും സമാധാനമാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണെന്ന് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവ് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു എന്ന സൂറയിലെ 30 വാക്കുകളാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹർ തനസ്സലു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. 20 സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 30 വാക്കുകളാണ്. ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ, ആ രാത്രി എന്നത് 27-ാമത്തെ വാക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, റമളാൻ 27-ാം രാവ്, 30 ദിവസങ്ങളിലെ 27, 30 വാക്കുകളിലെ 27-ാമത്തെ വാക്കാണ് ഹിയ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ 27-ാം രാവിനാണെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതോടൊപ്പം ലൈലത്തുൽ ഖദർ അല്ലാഹു ഈ സൂറയിൽ 3 തവണയാണ് ആവർത്തിച്ചത്. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്ത് 4, ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് അല്ലാഹു ആരംഭിച്ചത് 3 തവണയാണ്. അപ്പോ 3 × 9 27 അങ്ങനെയും ഇത് 27ന്റെ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അല്ലാഹു അവന്റെ മഹലായ ഫളല് കൊണ്ട് ഈ പുണ്യമായ രാവ് ലൈലത്തുൽ ഖദറായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും വിശ്വാസി ജനങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക്, മരിച്ചുപോയവർക്ക് അല്ലാഹുവേ ദഅ്തുകും മിനന്നാർ, നരകമോചനം അല്ലാഹു ഞങ്ങൾക്ക്, മാതാപിതാക്കൾ, ഉസ്താദുമാർ, പഠിക്കാൻ സഹായിച്ചവർ, ദാറുൽ ഹുദ വെളിപ്പാട് അകലെയാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ, മദ്രസകൾ, നമ്മുടെ പള്ളി മഹല്ലുകൾ, ഇതിനൊക്കെ പ്രവർത്തിച്ചു പോയ ജീവിച്ചിരിക്കുന്നവരും തമ്പുരാനെ